പെട്രോൾ ഫിൽറ്ററിന്റെ അവസ്ഥ ഇതാണ്. ചെറിയൊരു പ്രശ്നം കാണിച്ചു തരാം. അതായത് ഇപ്പൊ വരുന്ന എത്തനോൾ കൊണ്ട് കിട്ടുന്ന പണിയാണത്. പലർക്കും കിട്ടി കാണും, നമ്മൾക്ക് കിട്ടാൻ അല്പം നേരം വൈകി, അത്രേ ഉള്ളൂ. ഇത് എത്തനോളിന്റെ പ്രശ്നം കൊണ്ട് മറ്റേ പ്രാണി വന്ന് ഹോളാക്കണ സംഭവമാണ്. ഇതിപ്പോ പെട്രോൾ പൈപ്പാണ്. ഇതിനെങ്ങാനും ഇങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ലീക്കായി മാറിയില്ല. അപ്പൊ അത് ലീക്കായിട്ട് നേരെ ചെല്ലുന്നത് നമ്മുടെ സ്പാർക്ക് പ്ലഗിന്റെ അടുത്തേക്കാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇടയ്ക്ക് ഇങ്ങനത്തെ പൈപ്പും കാര്യങ്ങളും ചെക്ക് ചെയ്ത് റീപ്ലേസ് ചെയ്യാം. ഇതിപ്പോ പുതിയ കേബിളാണ്, വലിയ റേറ്റ് ഒന്നുമില്ല, 50 റുപ്യ റേറ്റ് വരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഏതായാലും ഊരിയതല്ലേ, എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാന്നിരുന്നു. എയർ ഫിൽറ്റർ വല്ലാണ്ട് ആയിട്ടില്ല. ഇത് അത്യാവശ്യം ഈ ഒരു പോർഷന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ആയിട്ടുണ്ട്, അത്യാവശ്യമില്ല, മാറ്റാനായിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് മാറ്റാൻ കരുതി. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഇന്നത്തെ പണി. പെട്രോൾ ഫിൽറ്റർ ഏകദേശം മാറ്റാനായിട്ടുണ്ട്. ഒരു 10-15,000 കിലോമീറ്റർ ആകുമ്പോ NS200 ഒക്കെ ചേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോ ഇതൊന്ന് മാറ്റാൻ കരുതി. ഫ്രഷ് വാങ്ങിയിട്ടുണ്ട്. 100 രൂപ ആ റേഞ്ച് വരുന്നുള്ളൂ. പഴയ പെട്രോൾ ഫിൽറ്ററിന്റെ അവസ്ഥ ഇതാണ്. അപ്പോ ഇതുകൊണ്ടാണ് 10,000-15,000 കിലോമീറ്റർ ആകുമ്പോൾ NSന്റെ ഒക്കെ ഫിൽറ്റർ മാറാൻ തന്നെ. മാത്രമല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എത്തനോളിന്റെ പ്രോബ്ലം കൊണ്ട് പെട്ടെന്ന് ഫിൽറ്ററൊക്കെ മാറുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ.